വെളിച്ചെണ്ണയുടെ വിലക്കയറ്റം കുടുംബങ്ങളിലെ അടുക്കള ബജറ്റിനെ മാത്രമല്ല താളം തെറ്റിച്ചത്. തെരുവോരങ്ങളിൽ എണ്ണ പലഹാരങ്ങളുടെയും വിവിധ വറവുകളുടെയും കച്ചവടം നടത്തുന്നവരെയും വിലക്കയറ്റം ഏറെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. മറ്റ് എണ്ണകൾ ഉപയോഗിച്ചാൽ കച്ചവടം കുറയുമെന്നാണ് കച്ചവടക്കാർ പറയുന്നത്. എണ്ണയ്ക്ക് വില വർദ്ധിച്ചതോടെ വിവിധ ചിപ്സുകളുടെ നിർമ്മാതാക്കളും മിക്സ്ചർ ഉൾപ്പെടെയുള്ള ഇനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന കുടുംബശ്രീ യൂണിറ്റുകളും പ്രതിസന്ധിയിലായിരിക്കുകയാണ്. വെളിച്ചെണ്ണയിൽ വറുത്തുകോരിയുണ്ടാക്കുന്ന എണ്ണപ്പലഹാരം ഉൾപ്പെടെയുള്ളവ ഉൽപ്പാദിപ്പിക്കുന്ന ചെറുകിട കച്ചവടക്കാരും സാമ്പത്തിക ഞെരുക്കത്തിലാണ്. ഒരു മാസത്തിനിടെ വെളിച്ചെണ്ണ വില ഇരട്ടിയിലേറെയാണ് വർദ്ധിച്ചത്. പലരും ഇതിനോടകം തന്നെ വെളിച്ചെണ്ണയിൽ നിന്നും മറ്റു ഓയിലുകളിലേക്ക് മാറി. കച്ചവടത്തിന് ജനങ്ങൾ നല്ല മാറ്റമുണ്ട്. കാരണം ജനങ്ങൾ 2 ലിറ്റർ വാങ്ങുന്നവർ ഇപ്പോൾ 1/2 ലിറ്റർ 1 ലിറ്റർ ആ രീതിയിലേക്ക് മാറിക്കഴിഞ്ഞു. മറ്റുള്ള ഓയിലിലേക്ക് മാറിക്കഴിഞ്ഞു. സൺഫ്ലവർ, പാം ഓയിൽ, റൈസ് ബ്രാൻഡ് അങ്ങനെയുള്ള ഓയിലിലേക്ക് മാറിക്കഴിഞ്ഞു. വെളിച്ചെണ്ണയിൽ വറുത്തുകോരുന്ന ഇനങ്ങൾക്കാണ് ആവശ്യക്കാർ ഏറെയുള്ളത്. മറ്റു എണ്ണകൾ ഉപയോഗിച്ചാൽ കച്ചവടം കുറയുമെന്നാണ് കച്ചവടക്കാർ പറയുന്നത്. വെളിച്ചെണ്ണ 180 രൂപ ഉണ്ടായിരുന്നപ്പോൾ 360 രൂപയ്ക്ക് ചിപ്സ് വിറ്റിരുന്നത് ഇപ്പോൾ 430 രൂപ വെളിച്ചെണ്ണയ്ക്ക്. ഞങ്ങൾ വെറും 40 രൂപ കൂട്ടിയിട്ടുള്ളൂ. കാരണം ഇവിടെ കോമ്പറ്റീഷൻ ആയതുകൊണ്ട്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് 10 രൂപ കിട്ടുന്നില്ലെന്ന് മാത്രമല്ല, കയ്യിൽ നിന്ന് എത്ര പോകുന്നുണ്ടെന്നുള്ളത് നോക്കുന്നില്ല. അത് നോക്കിയാൽ കച്ചവടം ചെയ്യാനും പറ്റാത്ത അവസ്ഥയാണ്. എന്തൊക്കെ മാറിയെന്ന് പറഞ്ഞാലും കായ വറുത്തത്, കപ്പ, ചക്ക മുതലായ സാധനങ്ങൾ നമ്മൾ വെളിച്ചെണ്ണയിൽ വറുത്തില്ലെങ്കിൽ ആ രുചി കിട്ടത്തില്ല. ഒന്നാമത് നമ്മൾ കൊടുത്തിരുന്നത് വെളിച്ചെണ്ണയുടെ ആയതുകൊണ്ടിട്ട് ഞങ്ങൾക്ക് അത് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. ഞങ്ങളുടെ കസ്റ്റമേഴ്സിന് ആ ടേസ്റ്റ് അവർക്കത് വേണം. നിലവിൽ വെളിച്ചെണ്ണകളുടെ ബ്രാൻഡ് അനുസരിച്ച് ചില്ലറ വിപണിയിൽ ലിറ്ററിന് 400 മുതൽ 480 രൂപ വരെയാണ് വില. 6 മാസം മുൻപ് വില ശരാശരി 240 രൂപയായിരുന്നു. ഇപ്പോഴത്തെ നിലയിൽ വിലവർധന തുടർന്നാൽ ഓണം എത്തുമ്പോഴേക്കും വില 600 രൂപയിൽ കടക്കുമെന്നാണ് വിലയിരുത്തൽ. കേരള വിഷൻ ന്യൂസ്, കൊച്ചി. ഇനി എന്റർടൈൻമെന്റ് വാർത്തകൾ കാണാം.